അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടിയും ചിക്കനും വെച്ചിട്ട് ഒരു പിടിയാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചുടുവെള്ളത്തിൽ വാട്ടിയിട്ട് ചെറിയ ബോൾസാക്കി വെക്കണം. പിന്നെ ചിക്കനാണ്. ചിക്കന് സാധാ നമ്മൾ കറി ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഒരു വരട്ടാക്കിയിട്ട് ഉണ്ടാക്കുക. അത് ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സാക്കി വെച്ചതാണ്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു 6-7 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 അല്ലി കറിവേപ്പില, ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ 2 തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു 4-5 കഷ്ണം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതാക്കി ചതച്ച് വെച്ചതാണ്. പിന്നെ പാകത്തിന് ഉപ്പ് ഇടുക. ഇനി ഇതെല്ലാം കൂടെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് മാറ്റാം. മൂടി വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ അതിൽ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് മാറ്റി വെച്ച ഈ അരിപ്പൊടി വാട്ടിയിട്ട് അത് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടുത്ത് വരാം. അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിടിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഹോൾസുള്ള പാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണ ഇതിമ തടവി കൊടുക്കുക. എന്നിട്ട് ഈ പിടി ഇതിലിട്ട് കൊടുക്കുക. പിന്നെ അത് ആവിയിൽ വെന്ത് വരട്ടെ. അപ്പം നമ്മളെ ഫസ്റ്റിലെ ട്രിപ്പ് ഉണ്ടാക്കിയത് ആയിട്ടുണ്ട്. അപ്പം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി മറ്റുള്ളത് പിടിയും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിടിയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഈ ചിക്കൻ കുക്കറിൽ നിന്ന് ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തേക്കണം. അതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യും. മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഗ്യാസിൽ വെച്ച് ഒന്നുണ്ട് ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് ഒഴിക്കാറുണ്ട്. ചട്ടി ചൂടായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളെ തൂമിക്കാനുള്ള പാത്രം ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 കണ്ട് കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം തുണി ഇളക്കി മിക്സാക്കി കൊടുക്കുക. നമ്മൾ
ഇറച്ചിയും പിടിയും ഉണ്ടാക്കിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. അസ്സലാമു അലൈക്കും.